സാംസങ് ഗാലക്സി S25 അൾട്രയ്ക്ക് ശേഷം S26 അൾട്ര വരില്ല. യെസ് ഗൈസ്, നോർമലി ജാനുവരി മാസം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും S26 അൾട്ര ലോഞ്ച് ആവേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടൈം അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുവാണ്. സോ എന്തുകൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തു? S26 അൾട്ര ലോഞ്ച് ആവുകയാണെങ്കിൽ എപ്പോഴായിരിക്കും ആവുന്നത്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ആൻഡ് ഇതുവരെയും S26 അൾട്രനെ പറ്റി നമ്മൾ കേട്ട പല റൂമേഴ്സും ആക്ച്വലി തെറ്റാണ്. ശരിക്കും എന്തൊക്കെയാണ് വരുന്നത് വിശദമായിട്ട് നോക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സാംസങ് അൾട്ര സീരീസിലെ ഡിസൈൻ ലാംഗ്വേജിൽ തന്നെ ഏറ്റവും പീക്കിൽ നിന്ന് ഒരു ഫോണായിരുന്നു S23 അൾട്ര. S23 അൾട്രയിൽ കണ്ട പല പോരായ്മകളെയും റിഫൈൻ ചെയ്ത് ഒരു അടിപൊളി ഫോണായിട്ടാണ് S24 അൾട്ര ഇറക്കിയത്. ശേഷം ഡിസൈൻ ലാംഗ്വേജിൽ മേജർ മാറ്റം വരുത്തിക്കൊണ്ടൊരു ബോക്സി ഡിസൈനിൽ S25 അൾട്ര ആ ഒരു ക്യാമറ റിംഗ് ഒക്കെ മാറ്റിയിട്ട് ഇത്തരത്തിലാണ് വന്നത്. എന്നാൽ ഇത്തവണ ഇറങ്ങാൻ പോകുന്ന S26 അൾട്ര സാംസങ് ഗാലക്സി Z Fold 7 പോലെ ആയിരിക്കും ഇരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ക്യാമറ മോഡ്യൂള് ഇതേപോലെ തന്നെ ഒരു ക്യാമറ ഐലിന്റെ മുകളിൽ എംബോസ്ഡ് ആയിട്ടായിരിക്കും ക്യാമറാസ് വരുന്നത്. ആൻഡ് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഈ രണ്ട് ക്യാമറാസും കൂടെ വരുന്ന ഒരു രീതിക്കാണ് S26 അൾട്രയുടെ ഡിസൈൻ വരുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ബോക്സി ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള കോർണേഴ്സ് എന്ന് കുറച്ചുകൂടി കർവ്ഡ് ആയിട്ടുള്ള കോർണേഴ്സ് ആണ് വരുന്നത്. ഈവൻ ഡിസ്പ്ലേയുടെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന എഡ്ജസും കുറച്ചുകൂടി റൗണ്ടഡ് ആക്കി ഏകദേശം S23 അൾട്രയുടെ പോലെയുള്ള റൗണ്ട്നെസ്സിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഫോൾഡ് 7ന്റെ ഇംപ്രൂവ്മെന്റിൽ കണ്ട പോലെ തന്നെ S26 അൾട്രയും 25 അൾട്രനേക്കാളും കുറച്ചുകൂടി ലൈറ്ററും കുറച്ചുകൂടി തിന്നറുമായിരിക്കും. ഒരു കാര്യം ഞാൻ ഫ്രാങ്ക്ലി പറഞ്ഞേക്കാം, ക്യാമറയിൽ അതിഭീകരമായ അപ്ഡേറ്റ് ഒന്നും S26 അൾട്രയിൽ വരുന്നില്ല. ഈ പ്രൈമറി 200 മെഗാ പിക്സലിന്റെ ക്യാമറ ഉണ്ടായില്ലേ കഴിഞ്ഞ കൊല്ലത്തെ, അതിന്റെ അപ്പേർച്ചർ കുറച്ചുകൂടി വലുതാക്കിയിട്ടുണ്ട്. സോ കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. കൂടുതലെന്ന് പറഞ്ഞാൽ ഏകദേശം 47% കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാമറ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു 5x ടെലിഫോട്ടോ ക്യാമറ, ഇത് 50 മെഗാ പിക്സലിന്റെ ആണെങ്കിലും ഇതും f2.9 അപ്പർച്ചർ കഴിഞ്ഞ കൊല്ലത്തെക്കാളും കുറച്ചുകൂടി ലാർജർ അപ്പർച്ചർ ആക്കുന്നുണ്ട്. ഇതിന്റെയും ലൈറ്റ് ക്യാപ്ചറിംഗ് കേപ്പബിലിറ്റി ഏകദേശം 38% ആയിട്ട് കൂടും. എന്നാൽ ആ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 3x ടെലിഫോട്ടോ ക്യാമറയും ഹാർഡ്വെയർ വൈസ് യാതൊരു മാറ്റവുമില്ല ഈ ഒരു S25 അൾട്രയിലുള്ള സെയിം സാധനം. പക്ഷേ ഇതിന്റെ സെയിം ഔട്ട്പുട്ട് ആവില്ല, കാരണം സോഫ്റ്റ്വെയർ വ്യത്യാസമുണ്ട്, AI വ്യത്യാസമുണ്ട്, പ്രൊസസർ വ്യത്യാസമുണ്ട്, ബട്ട് ഹാർഡ്വെയർ വൈസ് സെയിം ആയിരിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഡിസ്പ്ലേയിൽ കൊണ്ടുവരുന്ന അത്ര അപ്ഗ്രേഡ് ക്യാമറകൾക്ക് കൊണ്ടുവന്നൂടാ എന്ന്. പുതിയ ഡിസ്പ്ലേ ആണ് M14 ഡിസ്പ്ലേ. പുതിയൊരു COE അഥവാ കളർ ഫിൽറ്റർ ഓൺ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജിയുമായിട്ട് വരുന്ന ഡിസ്പ്ലേ ആണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കളറിന്റെ ആക്യുറസി കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി കൂൾ ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ വളരെ പവർ എഫിഷ്യന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ കൊല്ലത്തെക്കാളും എത്രയോ കുറവ് പവർ യൂസ് ചെയ്യുള്ളൂ. ഹയർ എഫിഷ്യൻസിയും ലോവർ പവർ കൺസപ്ഷനും മാത്രമല്ല, ഇത്തവണ ഡിസ്പ്ലേയിൽ ഒരു അഡാറ് സാധനം വരുന്നുണ്ട്. നമുക്ക് പ്രൈവസി സ്ക്രീൻ ഗാർഡുകൾ അറിയാലോ, നമ്മൾ സ്ക്രീനിന്റെ മുകളിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ ആരെങ്കിലൊക്കെ നോക്കുമ്പോൾ ബസ്സിലൊക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അമ്മാവന്മാരൊക്കെ ഇങ്ങനെ നോക്കൂല്ലേ, അപ്പോൾ അവർക്ക് കാണാണ്ടിരിക്കാൻ നമ്മൾ ഒട്ടിക്കൂല്ലേ. പ്രൈവസി സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ഊരിക്കളയണം, പിന്നെ വേണമെങ്കിൽ വേറൊന്ന് ഒട്ടിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇത്തവണ S26 അൾട്രയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഓൺ ആക്കാൻ പറ്റും. യെസ്, 1UI 8.5 അപ്ഡേറ്റ് S26 അൾട്രയിൽ ഈ ഒരു പ്രൈവസി സ്ക്രീനിന്റെ ഓപ്ഷൻ വരും. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ ഒക്കെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, നേരിട്ട് നോക്കുമ്പോൾ മാത്രമേ സ്ക്രീൻ കാണുള്ളൂ. ആ ഒരു ഫീച്ചർ ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ആക്കിയാൽ മതി. അല്ലാത്ത സമയത്ത് അത് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡിസ്പ്ലേ ആയിരിക്കും. ഐ തിങ്ക് കഴിഞ്ഞ കുറച്ച് കൊല്ലം ഗാലക്സി A ഹൈപ്പ് ആക്കിയില്ലേ, ഏകദേശം അതേ ഒരു ഹൈപ്പിൽ ഇത്തവണ പ്രൈവസി സ്ക്രീൻ ആയിരിക്കും വരുന്നത്. ഇനി ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ, സാംസങ് എക്സിനോസ് തിരിച്ചു കൊണ്ടുവരികയാണോ? ദി ആൻസർ ഈസ് യെസ് ആൻഡ് നോ. S24 സീരീസ് ഇറങ്ങിയപ്പോൾ ആ ഒരു ഡ്യുവൽ ചിപ്പ് സ്ട്രാറ്റജി ഓർമ്മയുണ്ടോ? അതായത് S24ലും 24+ലും എക്സിനോസ് കൊടുത്തിട്ട് 24 അൾട്രയിൽ മാത്രം സ്നാപ്ഡ്രാഗൺ കൊടുത്തു. അതേ ഒരു രീതിക്കാണ് ഇത്തവണ S26 അൾട്രയിലും വരുന്നത്. ബേസിക്കലി S26 ആൻഡ് S26+ എക്സിനോസ് ചിപ്സെറ്റ് ആയിരിക്കും. എക്സിനോസ് 2600 അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. എന്നാൽ വരുന്ന S26 അൾട്രയിൽ വേൾഡ് വൈഡ് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ് തന്നെയാണ്, അതും കസ്റ്റമൈസ്ഡ് ഫോർ ഗാലക്സി വരുന്നത്. ഈ ഒരു കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റിന്റെ ബെഞ്ച് മാർക്ക് സ്കോർ നോക്കിയപ്പോൾ പല ബെഞ്ച് മാർക്കുകളാണ്, ഒരു രക്ഷയില്ല. ഈവൻ ആപ്പിളിന്റെ A19 പ്രോയിനെ വരെ വെട്ടിക്കുന്ന ബെഞ്ച് മാർക്കുകളാണ് കാണുന്നത്. സോ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. അതാണ് എക്സിനോസിന്റെ ഒരു കിടപ്പ്. പിന്നെ രണ്ടാമത്തെ മേജർ ഇംപ്രൂവ്മെന്റ്, വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് മടുത്തൊരു ഇംപ്രൂവ്മെന്റ് ആണ് ചാർജിങ് സ്പീഡ് കൂട്ടുക എന്നുള്ളത്. S25 അൾട്രയിൽ പോലും മാക്സിമം 45 വാട്ട്സിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. S26 അൾട്രയിൽ ഇനി ഫൈനലി 60 വാട്ട്സിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് 60 വാട്ട് എങ്ങനെ കൊണ്ടുവന്നു. ചാർജിങ് സ്പീഡ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അരമണിക്കൂറിൽ 75% ആവും എന്നാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാർജിങ് സ്പീഡ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ബാറ്ററി 5000 ആയിരുന്നു കഴിഞ്ഞ കൊല്ലം, ഇക്കൊല്ലവും 5000 mAh തന്നെ ആയിരിക്കും. അതുകൊണ്ട് വോൾട്ടേജ് കൂട്ടിയപ്പോൾ പെട്ടെന്ന് ചാർജ് ആയി എന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം കൊണ്ടുവന്നത് വയർലെസ് ചാർജിങ് പണ്ടേ ഉള്ളതാണ്. ആ വയർലെസ് ചാർജിങ്ങിൽ മാഗ്നറ്റുകൾ ഘടിപ്പിക്കാൻ പോവുകയാണ്. യെസ്, നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ള ഒരു മാഗ്സേഫ് പരിപാടി C2 സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ പിക്സൽ ഫോണുകളിൽ വന്നില്ലേ മാഗ്നറ്റ്സ്, അതേപോലെ ഇതും C2
സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. 25 വാട്ട്സിൽ നിങ്ങൾക്ക് മാഗ്നറ്റിക്കലി വയർലെസ് ചാർജിങ് ചെയ്യാൻ പറ്റും. ഇനി ലോഞ്ചിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇത്തവണ ഒരു പോസ്റ്റ്പോൺ ചെയ്തേക്കുവാണ്. ജാനുവരിയിൽ നിന്നും ഫെബ്രുവരിയിലേക്കാണ് ആക്കിയിരിക്കുന്നത്. എക്സാക്ട് ഡേറ്റ് ചോദിക്കുവാണെങ്കിൽ ഫെബ്രുവരി 25-ാം തീയതിയാണ് S26 Ultra S26 സീരീസ് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫോൺ മാത്രമല്ല ബഡ്സും വാച്ചൊക്കെ അതിൻ്റെ ഒപ്പം ലോഞ്ച് ആവാറുള്ളതാണ് പതിവ്. എന്നാലും ഫോൺ ലോഞ്ച് ആയി കഴിഞ്ഞാൽ മാർച്ച് 11-ാം തീയതിയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് ഇൻക്രീസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂടി വരികയാണ്. ആൻഡ് S23 Ultraയിൽ നിന്നും S25 Ultra എത്തിയപ്പോൾ ഏകദേശം 1.25 ലക്ഷത്തിന് മുകളിലാണ് ഇതിന്റെ വില പോയിരിക്കുന്നത്. അതിലുപരി ഒരു 10Kയും കൂടി കൂടാനാണ് സാധ്യത. ഇപ്പോൾ ഏകദേശം ഒരു 1.3 to 1.4 lakhs ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും S26 Ultra ലോഞ്ച് ആവാൻ പോകുന്നത്. സോ ദ പ്രൈസ് ഹൈപ്പ് ഈസ് റിയൽ. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന S26 Ultraയിലുള്ള മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. ഇതിൽ നിങ്ങൾ ഏതാണ് പ്രതീക്ഷിച്ചിരുന്ന അപ്ഡേറ്റ് ആൻഡ് ഇത് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Until next time, bye bye.